അത് പറഞ്ഞത് ശരിയായില്ല. പക്ഷേ ഹണി റോസിന്റെ അടക്കമുള്ള പല നടിമാരുടെയും വസ്ത്രധാരണത്തിന് മിതത്വം വേണ്ടേ എന്നൊരു ചോദ്യമില്ലേ? ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഭാഷയ്ക്ക് മിതത്വം വേണം, സംസാരിക്കുമ്പോൾ വേണം, നമ്മളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ മിതത്വവും മര്യാദയും വേണം. അതേ മര്യാദ വസ്ത്രധാരണത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് വിമർശിക്കാൻ കഴിയുമോ? രണ്ട്, കേരളത്തിൽ ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഹണി റോസിന്റെ വസ്ത്രങ്ങൾ ഓവർ അല്ല എന്നുള്ളത്? ഹണി റോസ് പലപ്പോഴും ധരിക്കുന്ന വസ്ത്രം മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണെന്നുള്ള വിമർശനം ഒരുപാട് കാലമായി ഉയരുന്നതാണ്. അവർ പലപ്പോഴും അതിന്റെ വിപണന സാധ്യതയാണ് ഉപയോഗിച്ചത്. ഇനോഗ്രേഷൻ അടക്കം വലിയ ഭീമമായ തുകകൾ മേടിച്ചാണ് അവർ പോയി ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ ബോച്ചയുടെ പണത്തിന്റെ ഹുങ്ക് 3 ദിവസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൂടി അവിടുത്തെ പണം മേടിച്ച് മറക്കരുത്. അതുകൊണ്ടൊന്നും ആഭാസം പറയുന്നതോ മോശം പറയുന്നതോ ശരിയാണെന്നല്ല. പക്ഷേ മറുഭാഗത്തൊരു വലിയ വാദഗതിയുണ്ട്. സമൂഹത്തിലെ സാധാരണ ആൾക്കാരുടെ ചിന്ത അതാണ്. പലപ്പോഴും ഈ ലെഫ്റ്റ് ലിബറൽ ചിന്താധാരയിൽ നിന്നും നമ്മുടെ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇതൊന്നും ആർക്കും പറയാൻ ധൈര്യം കാണില്ല. പക്ഷേ സാധാരണ ചാനലുകളുടെ കമന്റിലും ഒക്കെ വരുന്നത് നോക്കിയാൽ മതി. വസ്ത്രധാരണത്തിന്റെ അതിർവരമ്പുകളും മര്യാദയുടെ സീമകളും പലപ്പോഴും ലംഘിക്കുന്നത് ആരാണെന്നും ആ ലംഘിക്കുന്നതിന്റെ വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഫറാഷിബില എന്ന നടിയുടെ, അഭിനേത്രിയുടെ, കലാകാരിയുടെ, സ്ത്രീയുടെ വിമർശനം കൂടി ഹണി റോസ് ഉൾക്കൊള്ളാൻ തയ്യാറാകണമായിരുന്നു. രണ്ട്, തന്നോട് മാപ്പ് പറയാൻ ക്ഷമിക്കാമായിരുന്നു. ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസോ ആയി പോകുന്നതിനേക്കാൾ. രാഹുലിന്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ടോ? കാരണം ഇടയ്ക്ക് തടസ്സപ്പെടുന്നുണ്ട്. ഒന്നുകൂടെ അവസാനത്തെ ഭാഗം ഒന്നുകൂടെ പറയാമോ? ഇവിടേക്ക് വരുന്നില്ല. ശരി, ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. അതുകൊണ്ട് ഒരുപക്ഷെ മാപ്പ് പറയാൻ തയ്യാറായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരോട് ക്ഷമിക്കാമായിരുന്നു എന്നുള്ളതും കൂടെ ഒരു കാര്യമുണ്ട്. അവർ ക്ഷമ പറയാൻ തയ്യാറായിരുന്നു, മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. അങ്ങനെ മാപ്പ് പറയാൻ തയ്യാറായ അവസരത്തിൽ ക്ഷമിക്കാൻ കൂടി തയ്യാറാകാമായിരുന്നു എന്നുള്ളതാണ് വളരെ വിനീതമായ അഭ്യർത്ഥന.